ദിവസം നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു കോട്ടയത്ത് സ്വകാര്യ ബസ് കണ്ടക്ടറെ ആക്രമിച്ച സംഭവം. അതിലെന്തായാലും ആ പ്രതികരണവുമായി വിദ്യാർത്ഥിനി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ടക്ടർ വളരെ മോശമായി സംസാരിച്ചതിനെ തുടർന്നാണ് സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് 16-കാരി ന്യൂസ് 8നോട് പറയുന്നത്. പോക്സോ കേസ് എടുത്താണ് കണ്ടക്ടർക്കെതിരെ എന്തായാലും അന്വേഷണം നടത്തുന്നത്. തിരുനക്കര എന്ന് പറഞ്ഞ ബസ്സിന് തിരിച്ചു വരികയായിരുന്നു. അന്നേരം ബസ്സിലെ കണ്ടക്ടർ ചോദിച്ചു, ഇന്നപോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവരും കൊണ്ട് കറങ്ങാൻ പോയതാണോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇന്നപോലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞു. അന്നേരം കളർ ഡ്രസ്സ് ആയിരുന്നു ഇട്ടേക്കുന്നത്. ബാഗ് ഇരിക്കുന്നവരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു. കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാണ്, കറങ്ങാൻ പോയതാണെന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആരെങ്കിലും കൂടി കാമുകനോട് കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ച്. യൂണിഫോം കിട്ടിയില്ല, അതുകൊണ്ട് യൂണിഫോം ഇടാഞ്ഞെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ST എടുക്കത്തില്ല, കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞു. കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ST തരാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിലാരും ഇല്ല, അമ്മ വെളിയിലാണ്, അച്ഛൻ മരിച്ചുപോയി, പിന്നെ ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ വീട്ടില്. അപ്പൊ എന്നോണ്ടെല്ലാം അവരോടാ പറയുന്ന എല്ലാ കാര്യവും. അപ്പൊ അവർക്ക് സ്വന്തം പെങ്ങളെ ആരാണെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേന് അടിക്കുകയൊക്കെ ചെയ്യില്ല. അങ്ങനെ അവര് ചെന്ന് ചോദിച്ചതാണ് ഇന്നലെ. എന്തായാലും കണ്ടക്ടർക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് ഈ ഒരു ആക്രമണം നടത്തിയ ആളുകളും വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. കണ്ടക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ പെൺകുട്ടിക്കെതിരെ അതിരൂക്ഷമായ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായത്. ആ പെൺകുട്ടിയുടെ മാനഹാനി വരുത്തുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായതെന്നാണ് അവർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെയല്ല, ഇത് മറ്റെവിടെയോ കറങ്ങിയിട്ട് വരികയാണ് എന്ന തരത്തിൽ അധിക്ഷേപിക്കുകയും അതിന് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ പോക്സോ കേസ് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 16-കാരിയാണ്, അതുകൊണ്ട് തന്നെ പോക്സോ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് കണ്ടക്ടർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ തലയടക്കം അടിച്ചു പൊട്ടിച്ചു, ഹെൽമെറ്റ് ഉൾപ്പെടെയുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ്. അത് പ്രകാരമുള്ള കേസും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുറത്തു വന്ന വീഡിയോ പ്രകാരം ഇവർ കൈകൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വരെയാണ് പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഇരു വിഭാഗങ്ങൾക്കെതിരെയും കേസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും കണ്ടക്ടർ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് മുന്നോടിയായി ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിൽ ഒരു അധിക്ഷേപം നടത്തിയോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ബസ്സിലുള്ളവരെ അന്ന് യാത്ര ചെയ്തവരുൾപ്പെടെ കണ്ടെത്തി തുടരന്വേഷണത്തിനാണ് ഉള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാക്കിൽ കവലയിൽ വെച്ച് വൈകുന്നേരം 4-ാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി ആദ്യം യാത്ര ചെയ്യുകയും അവിടെ പൂന്തുരുത്തിലേക്ക് പോവുകയും ചെയ്തു, കോളനി ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ഈ പെൺകുട്ടി വീട്ടിൽ അറിയിച്ചപ്പോഴാണ് അവരുടെ മറ്റ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് പാക്കിൽ കവലയിൽ വെച്ച് പിന്നീട് ഈ ബസ് തിരിച്ചെത്തിയപ്പോൾ തടഞ്ഞു നിർത്തുകയും ഈ കണ്ടക്ടർക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇരു വിഭാഗത്തു നിന്നും പരാതിയുണ്ട്. ഇത് പോലീസും പരിശോധിച്ചു വരികയാണ്. ചിങ്ങവനം പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ബിസിനസ്